വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയേ. ദ വോളിയം ഓഫ് 0.1 മോളാർ സൾഫ്യൂരിക് ആസിഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് 30 ml 2 മോളാർ NaOHs. മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ളത് ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഐഡിയ, gram equivalence of acid reacted is equal to gram equivalence of base reacted. അവരുടെ N into V ഇക്വേറ്റ് ചെയ്യാം. N എന്ന് പറഞ്ഞാൽ നൊമാലിറ്റിയാണ്, മൊളാരിറ്റി അല്ല നൊമാലിറ്റിയാണ്. അപ്പൊ എങ്ങനെ നൊമാലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് N1 എന്ന് പറഞ്ഞാൽ നൊമാലിറ്റി ഓഫ് ആസിഡും V1 അതിന്റെ വോളിയം, N2 നൊമാലിറ്റി ഓഫ് ബേസ്, V2 അതിന്റെ വോളിയം, ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എത്ര N1 0.1 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആസിഡിന്റെ മൊളാരിറ്റി തന്നിട്ട് നൊമാലിറ്റി അറിയണമെങ്കിൽ അയാൾ നൽകുന്ന H+ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര സൾഫ്യൂരിക് ആസിഡ് നൽകുന്ന H+ എണ്ണം 2 ആണ്. ബേസ് ആവുമ്പോ മൊളാരിറ്റിനെ നൊമാലിറ്റി ആക്കാൻ അയാൾ നൽകുന്ന OH- എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അങ്ങനെയാണ് നിങ്ങൾ പറയണം. എത്രയാ സൾഫ്യൂരിക് ആസിഡ് 2 H+ കൊടുക്കും. സോ 2 into 0.1 0.2 ആണ് നൊമാലിറ്റി. സോ 0.2 into V1 is equal to N2. NaOH ആകുമ്പോൾ 2 മോളാർ എന്ന് പറഞ്ഞാൽ 2 നോർമൽ തന്നെയാണ്, കാരണം ഒരു OH- NaOH പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 2 into 30 എത്രയാണ്? 2 into 30. സോ V1 is equal to 2 into 30 divided by 0.2. 2 by 0.2 പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 0.2 into 10 ആണല്ലോ. 0.2 കട്ട് ചെയ്യാം. 30 into 10 300. So the answer is 300 ml. Option B. Okay.